മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദീപികാരുണീശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഈശോനാഥൻ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നതും സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ ഇറങ്ങി വരുന്നതും ദൈവത്തിന്റെ സ്വരം, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്നുള്ള സ്വരം കേൾക്കുന്നതും നമ്മൾ കാണുകയാണ്. ധനഹാ തിരുനാള് നമ്മളിന്ന് കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം പ്രസാദിച്ചിട്ടുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഈശോ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് ചെന്നപ്പോൾ യോഹന്നാൻ പറയുകയാണ്, എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കരുത്. അപ്പം ഈശോ യോഹന്നാനോട് പറയുക, ഇതിപ്പോൾ നടക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഹിതമാണ്, അത് നിറവേറ്റിക്കപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ്, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വരിക. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രസാദമുണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ വേണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഇത് ദൈവത്തിന്റെ പ്രസാദമുണ്ടാകുന്ന കാര്യമാണോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇത് ദൈവത്തിന്റെ കൃപ എന്നിലേക്ക് ഒഴുകുന്ന കാര്യമാണോ? നമ്മൾ ചുമ്മാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൂട്ടരുത്. നമുക്ക് തോന്നിയ പോലെ നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. മനുഷ്യപ്രസാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യരുത്. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതൊന്നും വിജയത്തിലെത്തുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ പ്രസാദം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക, അത് അനുഗ്രഹമായിട്ട് മാറും. നമ്മൾ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കും, ഇത് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യമാണോ, ദൈവത്തിന്റെ കൃപയൊഴുകുന്ന കാര്യമാണോ ഇതെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ചെയ്യുമെന്ന് ഒരു തീരുമാനം എടുക്കുക. തീർച്ചയായിട്ടും ദൈവകൃപ നിന്നിലേക്ക് ഒഴുകും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലേക്കും, ഇന്നിവർ ചെയ്യുന്ന കാര്യങ്ങളിൽ, ഇവരുടെ കുടുംബത്തിലെ പഠനങ്ങളിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, കൃഷിയിൽ അങ്ങയുടെ കൃപയൊഴുകട്ടെ, അനുഗ്രഹങ്ങൾ നിറയട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വവിധ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികൾ, പൈശാചിക ശക്തികൾ നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദുഷ്ടാത്മശക്തികളിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.